മാറുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നു. മറുവശത്ത് കോപ്പ അമേരിക്ക ഫുട്ബോളിലും ആവേശകരമായ മത്സരം പുരോഗമിക്കുകയാണ്. അവിടെ അർജന്റീന കൊളംബിയ ഫൈനൽ മത്സരം അത് ഏതാണ്ട് 1.5 മണിക്കൂറോളം വൈകി. ഇതിനകം ഇന്ത്യൻ സമയം 5:30 മണിക്ക് ആരംഭിക്കേണ്ട മത്സരമാണ്. പക്ഷെ കാണികളുടെ വലിയ ഒരു തള്ളലായിരുന്നു. കാരണം കാണികൾ വലിയ തോതിൽ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. ടിക്കറ്റ് ഇല്ലാതെ ആരാധകർ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇവരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇവരെ നിയന്ത്രിക്കാനാവാത്ത സ്ഥിതി വന്നു. 30 മിനിറ്റ് വൈകുമെന്ന് പറഞ്ഞു. പക്ഷെ 1.5 മിനിറ്റോളം വൈകിയാണ് മയാമി ഗാർഡൻസിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ മത്സരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മത്സരത്തിന്റെ പ്രത്യേകത അതിന്റെ ഒരു കേളി മികവ്. രണ്ട് ടീമുകളും അർജന്റീനയും കൊളംബിയയും. എൽദോ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മത്സരം ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു? രഞ്ജിത്ത്, മത്സരം ആരംഭിക്കാൻ വൈകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയിൽ നടക്കുന്ന മത്സരമാണ്. അമേരിക്കയിൽ നടക്കുന്ന മത്സരം കാണാൻ ഈ വലിയ തോതിൽ ഫുട്ബോൾ ആരാധകർ ആ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നത്. മയാമി ഗാർഡനിലാണ് മത്സരം. അവിടെ ഹാർഡ് റോക്ക് എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിലാണ് ഈ ഫുട് മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് ഇല്ലാതെ എത്തിയ ആരാധകരാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ പ്രധാന കവാടം തുറന്നു കൊടുത്തതും സ്റ്റേഡിയത്തിലേക്ക് ടിക്കറ്റ് ഇല്ലാത്തവർ ഇരച്ച് കയറാൻ ശ്രമം നടത്തി. അപ്പോൾ അത് വലിയ തോതിൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കി. തുടർന്ന് അടിയന്തരമായി തന്നെ ആ ഗേറ്റ് ക്ലോസ് ചെയ്തു. ഗേറ്റ് അടച്ചിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ കോൺമെബോളിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വന്നു. ഇപ്പോൾ മത്സരം നടത്തുക അസാധ്യമാണ്, മത്സരം വൈകും, ടിക്കറ്റ് ഇല്ലാത്തവർക്ക് ഒരു തരത്തിലും പ്രവേശനം നൽകില്ല എന്നുള്ള തരത്തിൽ കോൺമെബോളിന്റെ അറിയിപ്പ് വന്നു. അതേ തുടർന്നാണ് പിന്നാലെ മത്സരം ആരംഭിച്ചത്. ഇപ്പോൾ മത്സരം ആരംഭിച്ച് 18 മിനിറ്റ് പിന്നിട്ടു. മത്സരം ഇതുവരെയും ഗോൾ രഹിതമാണ്. ഇതുവരെയും ഗോൾ സ്കോർ ചെയ്യാൻ രണ്ട് ടീമിനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി ആദ്യ ഇലവനിൽ തന്നെ കളിക്കുന്നുണ്ട്. ലയണൽ മെസ്സി, ജൂലിയൻ അൽവാരസ് സംഘം തന്നെയാണ് മുന്നിൽ നയിക്കുന്നത്. പിന്നിൽ എമിലിയാനോ മാർട്ടിനസ് ഗോൾ കീപ്പർ, ഗോൺസാലോ മൊണ്ടിയൽ, ക്രിസ്ത്യൻ റൊമേറോ, മാർട്ടിനസ്, ടാഗ്ലിയ ഫിക്കോ എന്നിവർ ഡിഫൻഡർമാർ. മധ്യനിരയിൽ ഡിമെരിയയ്ക്കും ഡീപോളിനും ഒപ്പം എൻസോ ഫെർണാണ്ടസും, വിങ്ങിൽ അലക്സ് മാക്കാലിസ്റ്ററും ചേരുന്നു. എന്തായാലും അർജന്റീന കൊളംബിയ മത്സരം അത് ആവേശകരമായിരിക്കും. ഹാമേസ് റോഡ്രിഗസ് എന്ന് പറയുന്ന കൊളംബിയൻ ക്യാപ്റ്റൻ ജേഴ്സി നമ്പർ 10 ആയിരിക്കും പക്ഷെ ഏറ്റവും ശ്രദ്ധയോടെ കൗതുകത്തോടെ എത്തുന്നു. ഇനി മറ്റൊന്ന്, ഫുട്ബോൾ ആരാധകർ അല്പം ആശങ്കയോടെ അല്ലെങ്കിൽ മെസ്സി ആരാധകരിൽ ആശങ്കയോടെ നോക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കോപ്പ കിരീട നേട്ടത്തോടു കൂടി ലയണൽ മെസ്സി ഒരു പക്ഷേ രാജ്യാന്തര കരിയർ അവസാനിപ്പിക്കുമോ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. പക്ഷെ അപ്പോഴും ഇല്ല, മെസ്സി അടുത്ത ലോകകപ്പിൽ കളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അർജന്റീന ആരാധകർ. രഞ്ജിത്ത്, തീർച്ചയായും നമുക്കറിയാം കേരളത്തിലെ